അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ബയോളജീൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. ബയോളജീൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കുക. അതുപോലെ നോട്ട്, പെന്ന്, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. റെഡി ആയിട്ടിരിക്കുക. ആരും ഇങ്ങനെ കിടന്നുകൊണ്ടൊന്നും ക്ലാസ് കണ്ടേക്കരുത്. നല്ല ശരിയായ രീതിയിൽ ഇരുന്നിട്ട് നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇരിക്കാം. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തു വെക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ആരും തുറക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്താൽ മതി, എടുത്തു വെച്ചാൽ മതി. ഓക്കെ. ആരും എന്ത് ചെയ്യേണ്ട, ടെക്സ്റ്റ് ബുക്ക് തുറക്കണ്ട. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എടുത്ത് കഴിഞ്ഞ ക്ലാസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സന്തുലനം അല്ലെ? അപ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്ന സമയത്ത് എങ്ങനെയാണ് ഓക്സിജൻ അളവ് കൂടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന സമയത്ത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ. അതേപോലെ പിന്നീട് നമ്മൾ പറഞ്ഞത്, അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും നമ്മൾ പറഞ്ഞു അല്ലെ? ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുറന്നാട്ടെ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുറക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കിയായിട്ട് ഒരു ചിത്രം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു കുട്ടി എന്തോ കാര്യം പറയുന്നുണ്ട് അല്ലെ? ഇല നോക്കിയിട്ടാ പറയുന്നത്. എന്ത് കാര്യമാണ് ആ കുട്ടി പറയുന്നുണ്ടാവുക? നോക്കിയട്ടെ. ഇല നോക്കിയിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നറിയോ? ഇലയുടെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ? ഇല കണ്ടില്ലേ? ഇലയുടെ മുകൾ ഭാഗത്ത് പച്ച നിറം കൂടുതലാണ്, അടിഭാഗത്തോ കുറവാണ്. എന്താണ് കാരണം? ഇലയുടെ മുകൾ ഭാഗത്ത് പച്ച നിറം കൂടാനും അടിഭാഗത്ത് പച്ച നിറം കുറയാനും കാരണമെന്ത്? ഇതാണ് കുട്ടിയുടെ സംശയം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതിന്റെ ആൻസർ അറിയായിരിക്കും അല്ലെ? ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം ആൻസർ പറഞ്ഞാൽ മതി, എല്ലാവരും പറയണ്ട. അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറയണേ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ചോദിക്കുന്ന ആൾ മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഇലയുടെ മുകൾ ഭാഗത്ത് പച്ച നിറം കൂടുതൽ? ഷഹർബാൻ പറഞ്ഞാട്ടെ. ഷഹർബാൻ. ഇലയുടെ മുൻവശത്ത് ഹരിതകം കൂടുതലായി. ഓക്കെ, വെരി ഗുഡ് അല്ലെ? ഇലയുടെ മുകൾ മ്യൂട്ട് ചെയ്തോ. ഇലയുടെ മുകൾ ഭാഗത്ത് ഹരിതഗണം കൂടുതലായതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഹരിതഗണം എവിടെയാ കാണുന്നത്? ഇലയിലെ കോശങ്ങൾക്കുള്ളിലാ കാണുന്നത് ഹരിതഗണം. ഇലയിലെ കോശങ്ങൾക്കുള്ളിൽ അല്ലെ? ഇലയിലെ മാത്രമല്ല, നമ്മുടെ സസ്യങ്ങളിൽ പച്ച നിറം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് കാണുന്നുണ്ട്? ഹരിതഗണം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇലയുടെ ഘടന അഥവാ ഇല മുറിച്ചിട്ട്, ഇലയുടെ ചെറിയൊരു ഭാഗം മുറിച്ചിട്ട് അല്ലെ? ഇലയുടെ ചെറിയൊരു ഭാഗം മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്തുള്ള ചിത്രമുണ്ട്. നിങ്ങളുടെ സ്കൂളിലേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിലേക്ക് നോക്കിയിട്ട് ഇലയുടെ ഘടനയൊക്കെ നമുക്ക് നോക്കാമായിരുന്നു അല്ലെ? അപ്പൊ ഇലയിലെ ആ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് ഇലയിലെ കോശങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആരോ മാർക്കറ്റ് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇലയിലെ കോശങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? നോക്കുക, ചിത്രം ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇലയിലെ കോശം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇലയിലെ കോശങ്ങളിൽ നമ്മൾ ഒരുപാട് കോശാംഗങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കോശങ്ങളിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കോശാംഗങ്ങളെ പറ്റി പഠിച്ചിട്ടില്ലേ? കോശാംഗങ്ങൾ അല്ലെ? കോശത്തിന്റെ ഘടന പഠിച്ചിട്ടുണ്ട്. കോശത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് കാണുന്നുണ്ട്, അഥവാ മർമ്മം കാണുന്നുണ്ട്. അതുപോലെ സൈറ്റോപ്ലാസം ഉണ്ട് അല്ലെ? കോശദ്രവ്യം, കോശാംഗങ്ങൾ. ഏതൊക്കെ കോശാംഗങ്ങളാ ഉള്ളത് നമ്മുടെ സസ്യങ്ങളുടെ ഇലയിൽ? ഏതൊക്കെ അല്ല, ഇലയിൽ മാത്രമല്ല, നമ്മളെ ഏത് കോശമാണെങ്കിലും, നമ്മൾ ഇപ്പോൾ സസ്യങ്ങളിൽ ഏത് കോശമാണെങ്കിലും ആ കോശത്തിലുള്ള കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? കോശങ്ങൾ കാണപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാ? റൈബോസോം ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, സെൻട്രോസോം, അങ്ങനെയുള്ള ഒരുപാട് കോശാംഗങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു കോശാംഗമാണെന്ത്? ഹരിതഗണം. അങ്ങനൊരു കോശാംഗമാണ് ഹരിതഗണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഹരിതഗണം നോക്കിയാട്ടെ, ചിത്രം നോക്കിയാട്ടെ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം നോക്കിയാട്ടെ. ഹരിതഗണം എല്ലാവരും നോക്കിയാട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാട്ടെ എല്ലാവരും. പച്ച നിറത്തിൽ കാണാൻ പറ്റും. അപ്പൊ എക്സാമിന് അത് വരക്കാൻ വേണ്ടി വരാൻ ചോദിക്കാറുണ്ട്. ഹരിതഗണത്തിന്റെ ഘടന. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതൊരു 3D ആയിട്ടുള്ളൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്കൊരു എളുപ്പത്തിൽ ഒരു 2D ആയിട്ട് ചിത്രം നമുക്ക് ബോർഡിൽ വരയ്ക്കാം. അപ്പൊ ഹരിതഗണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിതഗണത്തില് 2 സ്ഥലമുണ്ട്. ഹരിതഗണത്തിന് 2 സ്ഥലമുണ്ട്. ഇതുപോലെ 2 സ്ഥലം നോക്കാം. ഇരട്ട സ്ഥലം എന്ന് പറഞ്ഞാല് 2 തൊലി പോലെ 2 പാളികൾ. ഇത് ഏറ്റവും പുറമേ കാണുന്ന ഏറ്റവും പുറമേ കാണുന്ന പിന്നെ ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് 2 സ്ഥലം ഉള്ളത് ഹരിതഗണത്തിന്. ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്. അതുപോലെ ഹരിതഗണത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നാണയങ്ങൾ അടുക്കി വെച്ച പോലെ കാണാൻ പറ്റും. നാണയങ്ങൾ കോയിൻ അടുക്കി വെച്ച പോലെ കാണുന്നുണ്ട്. കോയിൻ അടുക്കി വെച്ച പോലെ പച്ച നിറത്തിൽ കോയിൻ അടുക്കി വെച്ച പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാണയങ്ങൾ അടുക്കി വെച്ച പോലെ ഒരു സാധനം കാണാൻ പറ്റും. കോയിനുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഇങ്ങനെ നാണയങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ സാധനം കാണാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ കോയിൻ നാണയങ്ങൾ അടുക്കി വെച്ച പോലെ കാണാൻ പറ്റും. ഹരിതഗണത്തിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നാണയങ്ങൾ അടുക്കി വെച്ച പോലെ കാണപ്പെടുന്ന സാധനങ്ങൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാന. എന്താ വിളിക്ക? ഗ്രാന. ആനയല്ല. എന്താ വിളിക്ക? ഗ്രാന. ഓക്കെ, മ്യൂട്ട് ചെയ്യാം. എല്ലാരും മ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹരിതഗണത്തിന്റെ ഉള്ളില് ഇങ്ങനെ നാണയങ്ങൾ അടുക്കി വെച്ച പോലെ കാണപ്പെടുന്ന സാധനമാണ് എന്ത്? ഗ്രാന. ഈ ഗ്രാനയുടെ പ്രത്യേകത എന്താ അറിയോ? ഈ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഈ ഗ്രാനയുടെ ഉള്ളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. വർണ്ണകങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ രക്തത്തിന് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണെന്നറിയോ? ഒന്ന് അറിയുന്നവർ പറഞ്ഞാട്ടെ. രക്തത്തിന് നിറം കൊടുക്കുന്ന ഒരു വർണ്ണകം പറഞ്ഞാട്ടെ. അറിയുന്നവർ പറഞ്ഞാട്ടെ. രക്തത്തിന് നിറം കൊടുക്കുന്ന, ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം. ഓക്കെ, വെരി ഗുഡ്. ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ. എല്ലാവരും മ്യൂട്ട് ചെയ്തോ. ഹീമോഗ്ലോബിൻ. ഓക്കെ, ഗുഡ്. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അപ്പൊ അതേപോലെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർണ്ണകങ്ങൾ എവിടെയുണ്ട്? ഗ്രാനയിലുണ്ട്. അത് പിന്നീട് പറയാം. ഇനി ഈ ഗ്രാനയുടെ ഉള്ളിൽ, നമ്മൾ ഈ പറയുന്ന ഹരിതഗണത്തിന്റെ ഉള്ളില് ഇവിടെയൊക്കെ പച്ച നിറത്തിലുള്ള ഒരു ദ്രാവക ഭാഗമുള്ളത്. പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകം, പച്ച നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമുള്ളത്. ഈ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ആമയല്ലേ? എന്താ വിളിക്ക? സ്ട്രോമ. ഓക്കെ, ആമയല്ല വിളിക്ക, സ്ട്രോമ. ഓക്കെ, അപ്പൊ നോക്കുക, പച്ച നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് സ്ട്രോമ. ഇനി നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. നമ്മൾ ഈ ഗ്രാനുകളെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ ഗ്രാനുകളെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഭാഗമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. സ്ട്രോമ ലാമെല്ല. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബോർഡിൽ അടയാളപ്പെടുത്തുന്നില്ല. അപ്പൊ ഇത്രയാണ് ഈ ഹരിതഗണത്തിന്റെ ഘടന. ഇത് എക്സാമിന് വരക്കാൻ വേണ്ടി വരക്കാൻ 4 മാർക്കിന് 3 മാർക്കിനൊക്കെ വരക്കാൻ ചോദിക്കാറുണ്ട്. ഞാൻ ഹോംവർക്ക് തരും. ഈ ചിത്രം വരക്കാനുള്ള ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങളെ ഗ്രൂപ്പിൽ തരും. ഓക്കെ, അപ്പൊ നോക്കുക. ഹരിതഗണം പ്രകാശ സംശ്ലേഷണം നടക്കുന്ന നമ്മുടെ എന്താ പറയാ ഇലയിൽ അല്ലെങ്കിൽ പച്ച നിറമുള്ള സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഹരിതഗണം. ഓക്കെ, അപ്പൊ ഹരിതഗണത്തിന്റെ ഘടന എന്താ? ഹരിതഗണത്തിന് 2 സ്തരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഹരിതഗണത്തിന്റെ ഉള്ളില് നാണയങ്ങൾ അല്ലെ, കോയിന് പൈസ അത് അടുക്കി വെച്ച പോലെ കാണപ്പെടുന്ന ഭാഗമുണ്ട്. ഈ സാധനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാന. അതുപോലെ ഈ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഹരിതഗണത്തിനുള്ളിൽ ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള ഒരു ദ്രാവക ഭാഗമാണെന്ത്? സ്ട്രോമ. മനസ്സിലായല്ലോ? എന്നെ നമ്മൾ നേരത്തെ ഒരു പറയാൻ ബാക്കി വെച്ചൊരു സംഭവമുണ്ട്. ഈ ഗ്രാനയുടെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. 4 വർണ്ണകങ്ങളുള്ളത്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് 4 വർണ്ണകങ്ങളാണ് ഏതിൻ്റെ ഉള്ളിലുള്ളത്? ഈ ഗ്രാനൈറ്റ് ഉള്ളിലുള്ളത്. ഏതൊക്കെയാണെന്നറിയാം 4 വർണ്ണകങ്ങൾ? നോക്കുക. ഹരിതകം എ. ഹരിതകം എ, ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ. ഇതെല്ലാം നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചതാണ്. കരോട്ടിൻ
എന്നിങ്ങനെയുള്ള 4 വർണ്ണകങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ ഈ ഗ്രാനൈറ്റിന്റെ ഉള്ളിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ, ഈ 4 വർണ്ണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയാണ് കാണുന്നത്? ഗ്രാനൈറ്റ്. അപ്പൊ എല്ലാരും പറയാ, അൺമ്യൂട്ട് ചെയ്യണ്ടേ, നിങ്ങൾ അവിടുന്ന് അൺമ്യൂട്ട് ചെയ്യാണ്ട് പറഞ്ഞാൽ മതി. ഏതൊക്കെയാ? ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ. ഇതൊക്കെയാ ഒന്നും കൂടി എല്ലാവരും പറഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്യണ്ടേ. ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ എന്നിങ്ങനെയുള്ള 4 വർണ്ണകങ്ങളാണ് നമ്മുടെ ഗ്രാനൈറ്റിൽ കാണപ്പെടുന്നത്. ഈ 4 വർണ്ണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. ഇതില് ഈ 4 വർണ്ണകങ്ങളിൽ നിന്ന് പ്രകാശ സംശ്ലേഷണത്തില് നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകമാണെന്ന് ഹരിതകം എ. ബാക്കി ഈ ഹരിതകം ബിയും സാന്തോഫിലും കരോട്ടിനും എന്ത് ചെയ്യുന്നില്ല? പ്രകാശ സംശ്ലേഷണത്തില് നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഇവര് പിന്നെ ഈ 3 ആള് പിന്നെന്താ ചെയ്യുന്നത്? ഈ 3 ആൾക്കാരും ഹരിതകം ബിയും സാന്തോഫിലും കരോട്ടിനും എന്താ ചെയ്യാന്നറിയോ? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് ആർക്ക് കൈമാറും? ഈ 3 വർണ്ണങ്ങൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് ഹരിതകം എക്ക് കൈമാറും. അതുകൊണ്ട് ഈ 3 വർണ്ണകങ്ങളെയും വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ വിളിക്കാറിയോ? സഹായക വർണ്ണകങ്ങൾ. സഹായക വർണ്ണകങ്ങൾ. ആരെ സഹായിക്കുന്നത്? ഹരിതകം എനെ സഹായിക്കുന്നത്. എങ്ങനെ സഹായിക്കുന്നത്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഹരിതകം എക്ക് കൈമാറും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റില് 4 വർണ്ണകങ്ങൾ കാണുന്നുണ്ട്. പറഞ്ഞിട്ട് ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ. ഇതില് പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണമാണ് ആര്? ഹരിതകം എ. ബാക്കി 3 എന്താ? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ആർക്ക് കൈമാറുന്നു? ഹരിതകം എക്ക് കൈമാറുന്നു. അതുകൊണ്ട് ഈ 3 എണ്ണത്തെ എന്ത് വിളിക്കും? സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കും. അതുകൊണ്ട് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താ അറിയോ? ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫിൽ, കരോട്ടിൻ, ഈ 4 എണ്ണത്തിന് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഏതാ ഒറ്റപ്പെട്ടത്? ഹരിതകം എ. ബാക്കിയുള്ളവയുടെ പൊതു സവിശേഷത എഴുതാൻ വേണ്ടി പറയും. ഒറ്റപ്പെട്ടത് കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളവയുടെ പൊതു സവിശേഷത. അപ്പൊ ബാക്കിയുള്ളവരുടെ പൊതു സവിശേഷത എന്താ? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു? ഹരിതകം എക്ക് കൈമാറുന്നു. അഥവാ ഈ ബാക്കി 3 എന്താ? സഹായക വർണ്ണകങ്ങളാണ്. മനസ്സിലായല്ലോ? പഠിച്ചു കഴിഞ്ഞല്ലോ? വായിക്കുന്നുണ്ട്. ഞാനിത് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ തരും. ഓക്കെ? അപ്പൊ നമ്മൾ ഹരിതകണത്തിന്റെ ഘടന പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഹരിതഗണം. അത് നമ്മൾ പഠിച്ചു. ഹരിതഗണം പഠിച്ചു. അതുപോലെ വേറെ എന്താ വേണ്ടത്? ജലം വേണം, അല്ലെ? അത് നമ്മൾ പഠിക്കാം. ജലം വേണം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതുപോലെ സൂര്യപ്രകാശം. ഈ സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശം വേണം. സൂര്യപ്രകാശം 3 കാര്യങ്ങളെ വേണം. പിന്നെ അതുപോലെ ധാതു ലവണങ്ങളുടെ കാര്യങ്ങളൊക്കെ വേണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അപ്പൊ ഈ സൂര്യപ്രകാശത്തെ ഹരിതഗണം എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. ഹരിതഗണത്തിലുള്ള ഹരിതകം എയും ഹരിതകം ബിയും സാന്തോഫിലും കരോട്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ജലം, അതുപോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നത്? ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചെടി വരയ്ക്കുന്നത്. ഒരു ചെറിയൊരു ചെടി, ഒരു വേറൊക്കെ ആയിട്ടുള്ള ചെടി വരച്ചു. ചെടി ഇങ്ങനെ വരച്ചു. നോക്കാം. ഓക്കെ, ജസ്റ്റ് വരക്കുന്നതാണ്. അപ്പോഴ് ഇവിടെ ഇങ്ങനെ വേറെയുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഞാനൊരു ഇലയും വരച്ചു. ജസ്റ്റ് വരക്കുന്നതാണ്. ഓക്കെ, അപ്പോഴ് നമ്മുടെ മണ്ണിലാണ് ജലം ഉണ്ടാവുക, അല്ലെ? ഈ ജലം എന്ത് ചെയ്യണം? പ്രകാശ സംശ്ലേഷണം നടക്കാൻ വേണ്ടിയിട്ട് ജലം എവിടത്തേക്ക് എത്തണം? ഇലയിലേക്ക് എത്തണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുക? ഞാൻ പറഞ്ഞുതരാം. വേര് വലിച്ചെടുക്കും. ജലത്തെ ആര് വലിച്ചെടുക്കും? വേര് വലിച്ചെടുക്കും. വേര് വലിച്ചെടുത്തിട്ട് നമ്മൾ ഈ കാണ്ഡത്തിന്റെ ഉള്ളിൽ
കാണ്ഡത്തിന്റെ ഉള്ളിലായിട്ട് ഒരു കുഴല് കാണുന്നുണ്ട്. കാണ്ഡത്തിന്റെ ഉള്ളിലായിട്ട് ഒരു കുഴല് കാണുന്നുണ്ട്. ഈ കുഴലിനെ വിളിക്കുന്ന പേരാണ് സൈലം കുഴൽ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, സൈലം കുഴൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ സൈലം കുഴൽ വഴി ജലം എങ്ങോട്ടേക്ക് എത്തും? ഇലയിലേക്ക് എത്തും. ഓക്കെ, അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ? ഈ ഇലയിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങളുണ്ട്, ചെറിയ ചെറിയ ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കും. സ്റ്റൊമാറ്റ. ആ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യാം? ഇലകളിലേക്ക് എത്തുക. അപ്പൊ നമ്മള് പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശവും ജലവും കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നോക്കുക, ജലം എങ്ങനെ എത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജലം എങ്ങനെ എത്തുന്നത്? ജലം എത്തുന്നത് വേര് വലിച്ചെടുക്കുക അല്ലെ. വേര് വലിച്ചെടുത്തിട്ട് നോക്കുക, ജലം വേര്, എന്നിട്ടോ വേരുന്ന സൈലം കുഴൽ വഴി എവിടേക്ക് എത്തും? ഇലയിലേക്ക് എത്തും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ എത്തുക? കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി അല്ലെ. സ്റ്റൊമാറ്റ വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? ഇലയിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ഒരു ഇത് പൂർത്തീകരിക്കാനുണ്ട്. ഞാൻ ഹോംവർക്ക് തരും, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് തരും. മനസ്സിലായല്ലോ? പഠിച്ചല്ലേ? ഈ സംഭവങ്ങൾ പഠിച്ചില്ലേ? കംപ്ലീറ്റ് പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇത് വായിക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണത്തെ പറ്റിയിട്ടാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പൊ നോക്കാം, പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഞാൻ ഒന്നുകൂടി വരുന്നുണ്ട്. എന്തൊക്കെയാ? സൂര്യപ്രകാശം വേണം, അതുപോലെ ജലം വേണം, അഥവാ H2O, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അതുപോലെ ഹരിതകം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണം നടക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഓക്കെ, ഇനി പ്രകാശ സംശ്ലേഷണം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? ഉഷാറായിട്ടിരിക്കുന്നത്? ഉഷാറിലിരുന്നാട്ടെ, എല്ലാവരും നിവർന്നിരുന്നാട്ടെ, നടുവൊക്കെ നിവർത്തി ഉഷാറിലിരുന്നാട്ടെ. ഓക്കെ, ഉഷാറായിട്ടിരിക്കാം. ഓക്കെ, ഇപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. എത്ര ഘട്ടങ്ങൾ? 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് പ്രകാശഘട്ടം അഥവാ പ്രകാശം ആവശ്യമായ ഘട്ടം. മറ്റൊന്ന് ഇരുണ്ട ഘട്ടം അഥവാ പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടം. എന്നിങ്ങനെയുള്ള 2 ഘട്ടങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് ഉള്ളത്. നോക്ക, പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് പ്രകാശം ആവശ്യമായ ഘട്ടം, ആ ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശഘട്ടം. രണ്ടാമത്തത് പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടം അഥവാ ഇരുണ്ട ഘട്ടം. അപ്പൊ ഈ പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, അതുപോലെ ഇരുണ്ട ഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അത് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ നോക്കുക, ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള പ്രകാശഘട്ടം. നമ്മൾ ഹരിതഗണത്തിന്റെ ഉള്ളില് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഗ്രാനയും അതുപോലെ സ്ട്രോമയും. ഇതിൽ എവിടെ വെച്ചിട്ടായിരിക്കും പ്രകാശഘട്ടം നടക്കുക? ടെക്സ്റ്റ് ബുക്ക് നോക്കാണ്ട് പറഞ്ഞാട്ടെ, അറിയുന്നവരുന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. ഇവിടെ എവിടെ വെച്ചിട്ടായിരിക്കും? ഗ്രാനയിൽ. ഓക്കെ, വെരി ഗുഡ്. ഗ്രാന. ഓക്കെ, വെരി മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ പഠിച്ചത്? ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണകങ്ങളായിട്ടുള്ള ഹരിതകം A, ഹരിതകം B, സാന്തോഫിൽ, കരോട്ടിൻ. ഇത് 4 കാണുന്ന എവിടെയാണ്? ഗ്രാനയില നടക്കുന്നത്. കാണാം. അപ്പൊ ഈ പ്രകാശഘട്ടത്തിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? പ്രകാശഘട്ടത്തിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നോക്കാം. ഒന്ന്, ഈ സൂര്യപ്രകാശം അഥവാ സൗരോർജം. സൗരോർജം നേരിട്ട് എന്തായിട്ട് മാറുന്നോ? രാസോർജമായിട്ട് മാറും. സൗരോർജത്തിൽ നേരിട്ട് എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറുന്നു. ഓക്കെ,
സൗരോർജം നേരിട്ട് എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറുന്നുണ്ട്. സൗരോർജം നേരിട്ട് എന്ത് ചെയ്യുന്നു? രാസോർജമായിട്ട് മാറുന്നു. ഓക്കെ, ഈ രാസോർജത്തിന് ഒരു പേരുണ്ട്. എന്താ പേരെന്നറിയോ? ATP. എന്താ ATP എന്ന് പറഞ്ഞാല്? ആന, തവള, പോത്ത് അല്ലെ? ATP എന്ന് പറഞ്ഞാല് A ഫോർ ആന, T ഫോർ തവള, P ഫോർ പോത്ത് ആണോ? അല്ല, അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, പിന്നീട് പഠിക്കാനുണ്ട്. ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇന്ന് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ സൗരോർജ്ജം എന്ത് ചെയ്യുന്നു? നേരിട്ട് എന്ത് ചെയ്യുന്നു? രാസോർജമായിട്ട് മാറുന്നു. അപ്പൊ സൗരോർജ്ജത്തെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഇനിയുള്ളത് ജലം. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന വേറൊരു പ്രവർത്തനമാണ് ജലം അഥവാ H2O. ഇത് വിഘടിച്ചിട്ട് ഇത് രണ്ടായിട്ട് വിഘടിക്കും. എന്തൊക്കെയായിട്ട് മാറും? ഹൈഡ്രജനും അതുപോലെ ഓക്സിജനുമായിട്ട് മാറും. ഇതിൽ ഈ ഓക്സിജൻ എങ്ങോട്ട് പോകുന്നറിയോ? ഈ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകും. ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് പോകും. അങ്ങനെയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിക്കുക. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്? പ്രകാശഘട്ടം. അതിനെന്ത് വേണം? പ്രകാശം വേണം. അപ്പൊ ഈ പ്രകാശം വേണം. അതുകൊണ്ട് തന്നെ ഈ പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചിട്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ എന്തൊക്കെയത്? ഒന്ന്, സൗരോർജം എന്ത് ചെയ്യുന്നു? രാസോർജമായിട്ട് മാറുന്നു. എന്താ രാസോർജത്തിന്റെ പേരെന്താ? ATP. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ജലം അഥവാ H2O വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. അതിൽ ഓക്സിജൻ എങ്ങോട്ടേക്ക് പോകുന്നു? അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഓക്കെ, ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് പോകുന്ന അറിയോ? അടുത്ത ഘട്ടമായിട്ടുള്ള ഇരുണ്ട ഘട്ടത്തിലേക്ക്. അടുത്ത ഘട്ടമായിട്ടുള്ള ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടത്തിൽ എന്ത് വേണ്ട? പ്രകാശഘട്ടം വേണ്ട. പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഈ ഇരുണ്ട ഘട്ടത്തിൽ എന്ത് വേണ്ട? പ്രകാശം വേണ്ട. ഇരുണ്ട ഘട്ടം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് അറിയോ? സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെ വെച്ചിട്ട് നടക്കുക? സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുക. ഓക്കെ, ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്ട്രോമയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന ഇരുണ്ട ഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? നോക്കാം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നോക്കുക. ഇവിടുന്ന് ഹൈഡ്രജൻ വരുന്നുണ്ട് അല്ലെ? എവിടുന്ന് ഹൈഡ്രജൻ വരുന്നത്? പ്രകാശഘട്ടത്തിൽ നിന്ന് ഹൈഡ്രജൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മളിപ്പോ ഇവിടെ ജലം ഹരിതഗണം ഉപയോഗിച്ചു അല്ലെ? ഹരിതഗണം ഉപയോഗിച്ചു, സൂര്യപ്രകാശം ഉപയോഗിച്ചു, ജലം ഉപയോഗിച്ചു. ഇനി ബാക്കിയുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ ഈ പറയുന്ന ഇരുണ്ട ഘട്ടത്തില് നമ്മുടെ പ്രകാശഘട്ടത്തിൽ വരുന്ന ഹൈഡ്രജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ഡൈ ഉപയോഗിക്കുക. ഇത് രണ്ടും തമ്മിൽ കൂടിച്ചേർന്നിട്ട് എന്താ ഉണ്ടാവുക അറിയോ? C6H12O6. C6H12O6. എന്താ സാധനം? എന്താ അത്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങള് ഉണ്ടാക്കുന്ന അഥവാ സസ്യങ്ങള് ഇലയിൽ ഉണ്ടാക്കുന്ന ആഹാരം. ഈ ഇലയിൽ ഉണ്ടാക്കുന്ന ആഹാരമാണെന്ത്? ഗ്ലൂക്കോസ്. ഈ ഇലയില് ഗ്ലൂക്കോസ് ആണ് അവസാനമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ആഹാരം എന്താണ്? ഗ്ലൂക്കോസ്. പഠിച്ചല്ലോ. ഇതാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിക്കുക. പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. പ്രകാശം ആവശ്യമുള്ള ഘട്ടവും അതുപോലെ പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടവും. പ്രകാശം ആവശ്യമുള്ള ഘട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്രകാശഘട്ടം. അതുപോലെ പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടമാണെന്ത്? ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഗ്രാനൈൽ വെച്ചിട്ടാണ് നടക്കുന്നത്.
അതിന് സൂര്യപ്രകാശം ആവശ്യമില്ല. അപ്പൊ ഗ്രാനൈൽ വെച്ച് നടക്കുന്ന പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നോക്കിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സൗരോർജം നേരിട്ട് രാസോർജമായിട്ട് മാറുന്നു. സൗരോർജം നേരിട്ട് എന്താകുന്നു? രാസോർജമായിട്ട് മാറുന്നു. എന്താ രാസോർജത്തിന്റെ പേരെന്താ? ATP. ഓക്കെ. രണ്ടാമത്തെ പ്രവർത്തനം ജലം അഥവാ H2O വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഇതിൽ ഓക്സിജൻ എങ്ങോട്ടേക്ക് പോകുന്നു? അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഹൈഡ്രജനോ അടുത്ത ഘട്ടമായിട്ടുള്ള ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ പ്രവർത്തനം ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുക. അതിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഹൈഡ്രജനും, ഹൈഡ്രജൻ എവിടെ നിന്ന് വരുന്നതാണ്? പ്രകാശഘട്ടത്തിൽ നിന്ന് വരുന്നതാണ്. ഹൈഡ്രജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ആറ്റവും തമ്മിൽ പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പൊ ഗ്ലൂക്കോസിന്റെ രാസനാമം എന്താ? C6H12O6. മനസ്സിലായല്ലോ? അപ്പൊ നോക്കുക, ഈ ഇരുണ്ട ഘട്ടം കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഈ ഇരുണ്ട ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങളെ കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മെൽവിൻ കാൽവിൻ. എന്താ വിളിക്കുക? മെൽവിൻ. അദ്ദേഹത്തിന്റെ പേരെന്താ? മെൽവിൻ കാൽവിൻ. അപ്പൊ ഈ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഇരുണ്ട ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ ഇരുണ്ട ഘട്ടത്തെ വിളിക്കുന്ന ഒരു വേറൊരു പേരുണ്ട്. എന്താ വിളിക്കറിയോ? കാൽവിൻ ചക്രം. എന്താ വിളിക്കുക? കാൽവിൻ ചക്രം. ഇങ്ങനെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കാൽവിൻ ചക്രം എന്ന് വിളിക്കുന്നത്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടെത്തിയത്? ഇരുണ്ട ഘട്ടം കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ ഇരുണ്ട ഘട്ടത്തെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? കാൽവിൻ ചക്രം. ഈ കാര്യങ്ങളോട് കൂടി ഓർമ്മിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. പ്രകാശ സംശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോംവർക്കായിട്ട് തരും. അത് നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്കായിട്ട് ചെയ്യണം. ഹോംവർക്കായിട്ട് നിർബന്ധമായിട്ട് ചെയ്യണേ. ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പൊ അതൊന്നുമില്ല, ജസ്റ്റ് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്, രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്ന് പറഞ്ഞ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ എല്ലാം ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. അപ്പൊ പ്രകാശഘട്ടത്തിൽ എന്തൊരു പ്രവർത്തനം നടക്കുന്നത്? വിഘടന പ്രവർത്തനം നടക്കുന്ന പ്രവർത്തനം എന്താ? വിഘടന പ്രവർത്തനം. ഓക്കെ. പിന്നെ അതുപോലെ പ്രകാശം ആവശ്യമാണോ? പ്രകാശം ആവശ്യമില്ലേ ചോദിക്കുന്നുണ്ട്. പ്രകാശഘട്ടത്തിന് എന്ത് വേണം? പ്രകാശം ആവശ്യമാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ബോക്സ് നോക്കണേ. അതുപോലെ പ്രകാശഘട്ടം നടക്കുന്ന സ്ഥലം ചോദിക്കുന്നുണ്ട്, സ്ഥാനം ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനൈൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ കാര്യം ഓർമ്മിക്കാം. അതുപോലെ പ്രകാശഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത്? പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത്? ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും അതുപോലെ ATP. പിന്നെ രണ്ടാമത്തതാണ് ഇരുണ്ട ഘട്ടം. ഇരുണ്ട ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. ഇരുണ്ട ഘട്ടത്തിന് എന്ത് വേണ്ട? പ്രകാശം ആവശ്യമില്ല. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താ? വിഘടനമാണോ കൂടിച്ചേരലാണോ? കൂടിച്ചേരലാണ് അല്ലെ. അഥവാ കൂടിച്ചേരൽ വിളിക്കുന്ന പേരാണ് സംശ്ലേഷണം. കൂടിച്ചേരൽ എന്താ വിളിക്കുക? സംശ്ലേഷണം. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സംശ്ലേഷണമാണ്. ഓക്കെ. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്താ? ഗ്ലൂക്കോസ്. അപ്പൊ ആ ബോക്സ് ഫില്ല് ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ട് വേറൊരു പ്രവർത്തനമുണ്ട്. എന്താ പ്രവർത്തനം എന്നറിയാം? നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസസമവാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ രാസസമവാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിത്തരാം. എന്തൊക്കെയാ പ്രകാശ സംശ്ലേഷണ രാസസമവാക്യം എങ്ങനെ എഴുതാം? എന്തൊക്കെയാ വേണ്ടത്? H2O പ്ലസ് CO2 gives അല്ലെ. എവിടെ വെച്ചിട്ടാ? സൂര്യപ്രകാശം വേണ്ട, സൂര്യപ്രകാശം. അതുപോലെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഹരിത കണം അല്ലെ, ഹരിത കണം. എന്നിട്ട് എന്തൊക്കെയാ ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവും അല്ലെ. C6H12O6 പ്ലസ് O2.
ഓക്കെ, അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് വരച്ചാണ്. നമുക്കിത് ബാലൻസ് ചെയ്ത് എഴുതിയേക്ക് വേണം. കെമിസ്ട്രിക്ക് ആണെങ്കിൽ ബാലൻസ് ചെയ്ത് എഴുതണം. നമ്മൾ ഇതിന്റെ മുമ്പിൽ നമ്പർ കൊടുക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രം ഇക്വേഷൻ മാത്രം എഴുതിയതാണ്. അപ്പൊ എങ്ങനെയാ പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസസമവാക്യം ആണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത്. എന്തൊക്കെയാ? H2O + CO2 ഹരിതകണത്തിൽ വെച്ചാണ് നടക്കുന്നത്. സൂര്യപ്രകാശം വേണം. എന്തൊക്കെ ഉണ്ടാകുന്നത്? C6H12O6 + O2. ഇത്രയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസസമവാക്യം. അതും എന്ത് ചെയ്യണം? നിങ്ങൾ പൂർത്തീകരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പഠിച്ച് ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത്, എന്തൊക്കെ ഞാൻ ലാസ്റ്റ് ടൈമിൽ അറ്റൻഡൻസ് എടുക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഹരിതഗണത്തിന്റെ ഘടന പഠിച്ചു അല്ലെ. ഹരിതഗണത്തില് 2 സ്ഥലമുണ്ട് അല്ലെ, ഇരട്ട സ്ഥലമാണ് കാണുന്നത്. ഹരിതകണത്തിന്റെ ഉള്ളില് നാണയങ്ങൾ അടുക്കി വെച്ച പോലെ കാണപ്പെടുന്ന, അഥവാ കോയിൻ അടുക്കി വെച്ച പോലെ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? ഗ്രാന. അതുപോലെ ദ്രാവക ഭാഗം, പച്ച നിറത്തിലുള്ള ഒരു ദ്രാവക ഭാഗമാണെന്ത്? സ്ട്രോമ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹരിതകണത്തിന്റെ ഘടന നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി ഈ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് വർണ്ണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹരിതകം A, ഹരിതകം B, സാന്തോഫിൽ, കരോട്ടിൻ. ഓക്കെ, ഇതില് ഹരിതകം A ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ബാക്കി 3 ഹരിതകം ബിയും സാന്തോഫിലും കരോട്ടിനും എന്താണ്? സഹായക വർണ്ണകങ്ങളാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ജലം എങ്ങനെയാണ് ഇലകളിലേക്ക് എത്തുന്നത്. എങ്ങനെ എത്തുന്നത്? വേര് വലിച്ചെടുക്കുന്ന ജലം അത് സൈലം കുഴല് വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? ഇലയിലേക്ക് എത്തുന്നു. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ എത്തുന്നത്? സ്റ്റൊമാറ്റ വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? ഇലകളിലേക്ക് എത്തുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങൾ പഠിച്ചു. പ്രകാശഘട്ടം അഥവാ പ്രകാശം ആവശ്യമായ ഘട്ടം ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്? ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് സൗരോർജം എന്തായിട്ട് മാറുന്നു? രാസോർജമായിട്ട് മാറുന്നു. മ്യൂട്ട് ചെയ്യാം. രാസോർജത്തിന്റെ പേരാണെന്ത്? ATP. രണ്ടാമത്തെ പ്രവർത്തനമാണ് ജലം വിഘടിച്ച് അഥവാ H2O വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറുന്നു? ഹൈഡ്രജനും അതുപോലെ ഓക്സിജനുമായിട്ട് മാറുന്നു. ഇതിൽ ഓക്സിജൻ എങ്ങോട്ടേക്ക് പോകുന്നു? അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഹൈഡ്രജൻ അടുത്ത ഘട്ടമായിട്ടുള്ള ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? ഒന്ന്, നമ്മുടെ പ്രകാശഘട്ടത്തിൽ നിന്ന് വരുന്ന ഹൈഡ്രജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഇത്രയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങൾ. ഇതിൽ ഇരുണ്ട ഘട്ടത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? മെൽവിൻ കാൽവിൻ. അദ്ദേഹം അത് കണ്ടെത്തിയതുകൊണ്ട് ഈ ഇരുണ്ട ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് കാൽവിൻ ചക്രം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസസമവാക്യം പഠിച്ചു. പിന്നെ അതിനു മുന്നായിട്ട് ഒരു ബോക്സ് പൂർത്തീകരിക്കാനുണ്ട്, ഒരു ടേബിൾ പൂർത്തീകരിക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഹോംവർക്ക് ആയിട്ട് തരും. ആ സമയത്ത് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എങ്ങനെ ചെയ്യാം? അതില് പ്രകാശഘട്ടം നടക്കുന്ന സ്ഥാനം എവിടെയാ? ഗ്രാന അല്ലെ. നടക്കുന്ന പ്രവർത്തനം വിഘടന പ്രവർത്തനം. എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത്? ഹൈഡ്രജനും ഓക്സിജനും അതുപോലെ രാസോർജം അഥവാ ATP. രണ്ടാമത്തെ പ്രവർത്തനമാണെന്ത്? ഇരുണ്ട ഘട്ടം. എന്താ അവിടെ? വിഘടനമാണോ സംശ്ലേഷണമാണോ? സംശ്ലേഷണം അഥവാ കൂടിച്ചേരലം. പ്രകാശം ആവശ്യമല്ല, മറ്റേതിൽ ആവശ്യമാണ് പ്രകാശം, ഇതിൽ പ്രകാശം ആവശ്യമില്ല. ഇതെവിടെ വെച്ചാൽ നടക്കുന്ന സ്ഥാനം എവിടെയാ? സ്ട്രോമ. ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് വരുന്ന ഉൽപ്പന്നങ്ങൾ? ഗ്ലൂക്കോസ്. ഇത്രയും ഓർമ്മിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ രാസസമവാക്യം പറഞ്ഞു. H2O + CO2 ഹരിതകണം സൂര്യപ്രകാശം വേണം gives C6H12O6 + O2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ അറ്റൻഡൻസ് എടുത്ത ശേഷം മാത്രമേ പോകാൻ പറ്റൂ. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തു തന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക? പഠിക്കുക. ഹോംവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യും? ഹോംവർക്ക് തരും. ആ സമയത്ത് എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്യാം.
ഓക്കെ, അപ്പം ബാക്കി എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇന്ന് തന്നെ പഠിക്കാം. അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും അന്നന്ന് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക. ഹോംവർക്ക് ഒക്കെ അന്ന് തന്നെ ചെയ്യാം. ഞാനൊരു ഡേറ്റ് തരും, ആ ഡേറ്റ് തരുന്ന സമയത്തിന് എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യാം. ക്ലാസ്സിൽ എപ്പോഴും ഇരിക്കുന്ന സമയത്ത്, ക്ലാസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം താല്പര്യത്തോടു കൂടി ഇരിക്കണം. അഥവാ എനിക്ക് പഠിക്കണം എന്ന് പറയുന്ന ഒരു താല്പര്യത്തോടു കൂടി എന്ത് ചെയ്യണം ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ് കാണുന്നതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.